ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്പോർട്സിന്റെ പാർട്ട് 3 ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പാർട്ട് 1ഉം പാർട്ട് 2ഉം ചെയ്തിട്ടുള്ളതായിരുന്നു. സോ നമ്മൾ പാർട്ട് 3 നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പാർട്ട് 3യുടെ ക്ലാസ് ആൻഡ് വീഡിയോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2 എന്ത് ചെയ്യുക, കാണുക. ദെൻ നമുക്ക് പാർട്ട് 3യിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മുടെ പാർട്ട് 3 നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കബഡിയാണ്. കബഡിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ഇപ്പം ഇന്റർനാഷണൽ കബഡി ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇത് രൂപീകരിച്ച വർഷം എന്ന് പറഞ്ഞാൽ 2004 ഇത് ഒരിക്കലും എക്സാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ രൂപീകരിച്ച വർഷം ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ എവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരാണ്. നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരാണ് ഇന്റർനാഷണൽ കബഡി ഫെഡറേഷന്റെ എന്തെന്ന് പറയുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 2004 കേട്ടോ. ഒരു എക്സാം ചോദിച്ച ചോദ്യം കേട്ടോ, 2004 രൂപീകരിച്ചത്. അതുപോലെ ഒരു കബഡി മത്സരത്തിൽ ഒരു ടീമിൽ എത്ര പേരാ പറഞ്ഞത്? 7 പേരാണ് അല്ലെ. ഒരു കബഡി മത്സരത്തിൽ ഒരു ടീമിൽ എത്ര പേര് വരും? 7 പേരാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ എന്താണ് നാഷണൽ ഗെയിമാണ്, നാഷണൽ സ്പോർട്സ് ആണ്. ബംഗ്ലാദേശിന്റെ കേട്ടാ, ബംഗ്ലാദേശിന്റെ നാഷണൽ സ്പോർട്സ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഏതാണ്? നമ്മുടെ കബഡിയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഐ പി എൽ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കബഡിയുടെ ഒരു ലീഗ് നടക്കുന്നുണ്ട്. അതാണ് പ്രോ കബഡി ലീഗ് എന്ന് പറയും. ഏതാണ്? പ്രോ കബഡി ലീഗ്. പ്രോ കബഡി ലീഗ് ആരംഭിച്ചത് 2014 കേട്ടാ. അത് ചോദിക്കും കേട്ടാ, കറണ്ട് അഫെയറും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ ഐ പി എൽ പോലെ തന്നെ ചോദിക്കും, പ്രോ കബഡി ജയിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടാ, 2024 2023 സോ അത് കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പ്രോ കബഡി ലീഗ് ആരംഭിച്ചത് 2014 സോ നമുക്കിവിടെ കബഡിയിൽ തന്നെ 2 വർഷം നോക്കിയാണ് 10 വർഷത്തെ വ്യത്യാസം പഠിക്കാം അല്ലേ. 2004 2014 2004 ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ രൂപീകൃതമായത്. 2014 10 വർഷം കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് പ്രോ കബഡി ലീഗ് ആരംഭിച്ചു. 2014. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു കബഡി മത്സരത്തിന്റെ ഡ്യൂറേഷൻ നമ്മൾ ഇതിനു മുമ്പും ഫുട്ബോളിന്റെ ഡ്യൂറേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫുട്ബോളൊക്കെ എത്രയായിരുന്നു? 90 മിനിറ്റ് ഒക്കെ ആയിരുന്നു അല്ലേ ഫുട്ബോളിന്റെ. അതുപോലെ കബഡി 40 മിനിറ്റ് ആണ് വരുന്നത്. എത്ര മിനിറ്റ് ആണ്? 40 മിനിറ്റ് ആണ് പറഞ്ഞത്. അത് 2 ഹാഫ് ഉണ്ട്, 20 മിനിറ്റ് 20 മിനിറ്റ്. അപ്പൊ ചോദിക്കും കബഡി മിനിറ്റിന്റെ ഒരു ബ്രേക്ക് എത്രയാണ്? അത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ് ആണ് എന്താണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് 20 മിനിറ്റ്. ഇനി നമ്മൾ ഫുട്ബോളിൽ അത് പഠിച്ചതല്ലേ, 45 മിനിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്, അടുത്ത 45 മിനിറ്റ് ആണ് സെക്കൻഡ് ഹാഫ് അല്ലേ. ഇനി അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ഈ ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ബ്രേക്ക് എത്ര സമയമാണെന്ന് ചോദിക്കും. ബ്രേക്ക് ടൈം ഇപ്പൊ നമുക്ക് ഫുട്ബോളിൽ അറിയാം, ഫുട്ബോളിൽ 45 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര സമയമാണ് നമ്മുടെ ബ്രേക്ക് എന്ന് പറയുന്നത്? 15 മിനിറ്റ് ഒരു ബ്രേക്ക് ഉണ്ടല്ലേ. 15 മിനിറ്റ് ആണ് ഫുട്ബോളിൽ എന്ത് പറഞ്ഞ ബ്രേക്ക് എന്ന് പറയുന്നത്. 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ കബഡിയിൽ എത്രയാണ് ബ്രേക്ക് ടൈം എന്ന് ചോദിക്കും. കബഡിയിൽ എത്ര 5 മിനിറ്റ് ആണ് കേട്ടോ. ഫുട്ബോളിൽ 15 മിനിറ്റിന്റെ ബ്രേക്ക് ആണെങ്കിൽ കബഡിയിൽ എത്രയാണ്? കബഡിയിൽ 5 മിനിറ്റ് ബ്രേക്ക് ആണ് പറഞ്ഞത് കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യും. ടോട്ടൽ 40 മിനിറ്റ്, മൊത്തം 40 മിനിറ്റ്. അതിൽ 20 മിനിറ്റ് ഫസ്റ്റ് ഹാഫ്, 20 മിനിറ്റ് സെക്കൻഡ് ഹാഫ്. അതിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് എന്ത് വരും? ബ്രേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ കബഡി മത്സരത്തിൽ കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഈ ഓരോ കോർട്ടിൽ നിന്നും ഓരോ പ്ലേയേഴ്സ് അപ്പുറത്തെ കോർട്ടിലോട്ട് പോകും അല്ലേ, അത് പിടിക്കാനായിട്ട്. നമ്മൾ പറയുന്നത് റൈഡ് എന്നാണ് പറയുന്നത് അല്ലേ, റൈഡ് അല്ലെ. സോ ഒരു പ്ലെയറിന്റെ റൈഡിങ് ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡിനാണ് ഒരു പ്ലെയറിന്റെ റൈഡിങ്, അതായത് അപ്പുറത്ത് പോയിട്ട് തൊട്ടിട്ട് തിരിച്ചു വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്. കബഡി മത്സരത്തിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ സമയം ഓടുന്ന കാണാൻ പറ്റും. അത് 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡിനുള്ളിൽ അപ്പുറത്ത് പോയിട്ട് ആളെ തൊട്ടിട്ട് തിരിച്ചു വരണം അല്ലെ. റൈഡിങ് ടൈം നമ്മൾ അത് എത്ര സെക്കൻഡ് ചോദിക്കുക. എത്ര സെക്കൻഡ് ആണ്? 30 സെക്കൻഡ് വരും. ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണ്? അത് 40 മിനിറ്റ് ആണ്. 20 ഫസ്റ്റ് ഹാഫ്, 20 സെക്കൻഡ് ഹാഫ്. അതുപോലെ എത്ര
പ്ലെയർ ആണ് ഒരു കബഡി മത്സരത്തിൽ ഒരു ടീമിൽ വരുന്നത്? 7 പ്ലേയേഴ്സ് ആണ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ സ്ഥിരമായി ചോദിക്കാറുണ്ട്. എത്രയാണ്? കേവല പ്രോ കബഡി ആരംഭിച്ച വർഷം എന്നാണ് പ്രോ കബഡി ആരംഭിച്ചത്? പ്രോ കബഡി ലീഗ് ഇന്ത്യയിൽ ആരംഭിച്ചത് 2014 ആരംഭിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ ആണ്, കബഡി കോർട്ടിന്റെ ഡയമെൻഷൻ. ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഞാൻ മെൻസ് കോർട്ടിന്റെ ഡയമെൻഷനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മെൻസ് കോർട്ടിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ടിന്റെ മൊത്തവും വിട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 13 മീറ്റർ ആണ്. 13 മീറ്റർ എന്ത് വരും? വിട്ട് വരും. നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 13 മീറ്ററും, അതുപോലെ ടോട്ടൽ വിട്ട് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ് കേട്ടോ. സോറി, ലെങ്ത് ഇങ്ങനെ, ഇത് ലെങ്ത്, ഇതെന്താണ്? വിട്ട്. സോ ടോട്ടൽ ലെങ്ത് 13 മീറ്റർ. 13 മീറ്റർ ആണ് എന്ത്? ടോട്ടൽ ലെങ്ത്. ടോട്ടൽ വിട്ട് ചോദിച്ചാൽ എത്രയാണ്? 10 മീറ്റർ. 10 മീറ്റർ ആണ് ടോട്ടൽ വിട്ട് കേട്ടോ. സോ നമ്മൾ എക്സാമിൽ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് എ എന്താണ് കോർട്ട്? എത്രയാണ് കബഡി കോർട്ട്? എത്രയാണ്? 13x10 അല്ലെ, 10 മീറ്റർ ഇൻറ്റു 10 മീറ്റർ. 10 മീറ്റർ ലെങ്ത്, 13 മീറ്റർ ലെങ്ത്, 10 മീറ്റർ എന്താണ്? വിട്ട്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി ഞാനിപ്പോ ഇതിന്റെ മെൻസിന്റെയാണ്. ഇതിന് വുമൺസിലോട്ട് വരുമ്പം ഒരു പ്രത്യേകമുണ്ട്, ചെറുതായി കോർട്ട് ഒന്ന് കുറയും. വുമൺസിലോട്ട് വരുമ്പം 12 മീറ്റർ കേട്ടോ. 13 എന്തായി മാറും? 12 മീറ്റർ ആയി മാറും. അതുപോലെ 10 എന്തായി മാറും? 8 മീറ്റർ ആയി മാറും കേട്ടോ. വുമൺസ് വരണമെങ്കിൽ 12 മീറ്റർ ലെങ്തും 8 മീറ്റർ വിട്ടും വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറച്ച് കുറയും. എന്തായാലും നമുക്കറിയാം, ഗേൾസ് വരും വുമൺസ് വരുമ്പോൾ എന്ത് ചെയ്യും? കോർട്ട് ചെറുതായി കുറയും. സോ അത് കൃത്യമായി നോക്കി കേട്ടോ. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കും, മെൻസ് വുമൺസ്. മെൻസ് ആണ് 13 മീറ്റർ ഇൻറ്റു 10 മീറ്ററും, വുമൺസ് ആണ് 12 മീറ്റർ ഇൻറ്റു 8 മീറ്റർ ആണ് വുമൺസിന്റെ കോർട്ടിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളതിൽ ഏറ്റവും പ്രധാനമാണ്, ഇപ്പൊ നമുക്ക് ഈ കോർട്ടിന്റെ അകത്തുള്ള ലോബി, നമ്മൾ ഈ കോർട്ടിന്റെ ഇത് കണ്ടല്ലോ, 2 തിരിച്ചിട്ടുണ്ട്, 2 പാർട്ടായി തിരിച്ചിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതാണ് നമ്മുടെ മിഡ് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ലൈനാണ് മിഡ് ലൈൻ കേട്ടോ. ഇത് നോർമലി 3.75 മീറ്റർ വരും കേട്ടോ, 3.75. പക്ഷെ ഇത് വുമൺസിന് വരുമ്പം ഇത് 3 മീറ്റർ ആണ് കേട്ടോ. വുമൺസിന് വരുമ്പോൾ, മെൻസിനാണ് അതിന്റെ വലിപ്പം, മിഡ് ലൈനിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 3.75ഉം, എന്നാൽ വുമൺസ് വരുമ്പോൾ അത് 3 മീറ്ററും. പിന്നെ ഏറ്റവും പ്രധാനമായി നടുക്കുള്ള ലൈൻ ആണ് ബൾക്ക് ലൈൻ എന്ന് പറയും. ബൾക്ക് ലൈൻ കേട്ടോ. ഈ ബൾക്ക് ലൈൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ലെങ്ത് അത്രയും ഒരിക്കലും എക്സാം ചോദിച്ചിട്ടുണ്ട്. അത് 1 മീറ്റർ ആണ് കേട്ടോ. അത് വുമൺസിലും മെൻസിനും 1 മീറ്റർ തന്നെയാണ് കേട്ടോ. മെൻസിനും വുമൺസിനും എത്ര തന്നെയാണ്? 1 മീറ്റർ തന്നെയാണ് കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ കബഡി മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ബോണസ് ലൈനിന് വേണ്ടി നോക്കുന്നല്ലേ, ബോണസ് ലൈൻ റൈഡർ വന്ന് ഇവിടെ ചവിട്ടിയിട്ട് പോകും ബോണസ് ലൈനിന്റെ ഉള്ളിൽ. സോ ഇതാണ് ബോണസ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ഈ ഒരു ലൈനാണ് ബോണസ് ലൈൻ കേട്ടോ. ഈ ബോണസ് ലൈനിന്റെ ഈ പറയുന്ന വിട്ട് എത്രയാണെന്നറിയോ? അത് 1.75 ആണ് കേട്ടോ. അത് ലേഡീസിന് വരുമ്പോൾ, വുമൺസിന് വരുമ്പോൾ അത് 2 മീറ്റർ ആണ് കേട്ടോ. വുമൺസിന് വരുമ്പോൾ എത്രയോ? അത് 2 മീറ്റർ കേട്ടോ. മെൻസിനാണ് 1.75 മീറ്ററും ബോണസ് ലൈനിന്റെ ലെങ്ത് വിട്ട്. വുമൺസിന് വരുമ്പോൾ എത്രയാണ്? 2 മീറ്ററും വരും. സോ അത് നോക്കി വെക്കുക, ഒരു എക്സാമിന് ഈ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ലെങ്ത്, ഈ ലോബിയുടെ എന്താണ് വിട്ട് എത്രയും ചോദിച്ചിട്ടുണ്ട്, 1 മീറ്റർ ആണ്. സോ അതും കൃത്യമായി എന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്യുക കേട്ടോ. സോ ഒരു കബഡി കോർട്ടിന്റെ ഡയമെൻഷൻ എത്രയാടാ? കബഡി കോർട്ടിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 13 മീറ്റർ ഇൻറ്റു 10 മീറ്റർ അല്ലെ. അത് 13 ഇൻറ്റു 10 ആർക്ക്? പുരുഷന്മാർക്ക് അല്ലെ. അത് സ്ത്രീകൾക്കാണെങ്കിൽ എത്ര വരുവാടാ? 13 എന്തായി മാറും? 12 മാറും. വിട്ട് 8 മാറും അല്ലെ. സോ അത് കൃത്യമായി പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഡയമെൻഷൻ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോ തന്നെ കുറെ കോർട്ടിന് ഡയമെൻഷൻ പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്തടുത്ത് എഴുതിയിട്ട് ജസ്റ്റ് കമ്പാരിസ് ചെയ്ത് പഠിച്ചു വെച്ചാൽ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കബഡി കോർട്ടും ഫുട്ബോൾ കോർട്ടും ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ കാണുമ്പം ഇതിങ്ങനെ മനസ്സിൽ ഓർത്തെടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ നമ്പേഴ്സ് അങ്ങ് എന്ത് ചെയ്യും, പതിയും. ഓക്കെ, then അടുത്തിലോട്ട് നമുക്ക് പോവാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വോളിബോളാണ്. നമ്മുടെ വോളിബോൾ അല്ലെ. ഇന്റർനാഷണൽ വോളിബോൾ ഫെഡറേഷൻ ആണ് FIVB കേട്ടോ. ഈ ഇന്റർനാഷണൽ ഫെഡറേഷൻസ് എപ്പോഴും നോക്കിക്കണം കേട്ടോ. ചില സമയങ്ങളിൽ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ കൃത്യമായി പഠിച്ചു വെക്കുക.
ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡേ വോളിബോൾ, ഇതാണ് FIB എന്താണ് ഫുൾ ഫോം, ഫെഡറേഷൻ ഇന്റർനാഷണൽ വോളിബോൾ കേട്ടോ, വോളിബോൾ. അത് രൂപീകരിച്ചത് 1947 പാരീസിലാണ് കേട്ടോ. 1947 പാരീസിലാണ് ഫെഡറേഷണൽ FIVB കേട്ടോ, വോളിബോൾ ഫെഡറേഷൻ എന്ത് ചെയ്തത്, രൂപീകരിച്ചത്. എന്നാൽ ഇന്ന് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ലൗസാനയാണ് കേട്ടോ. അത് നോട്ട് ചെയ്തു കേട്ടോ. പാരീസിലാണ് രൂപീകരിച്ചെങ്കിലും ഇന്ന് വോളിബോൾ ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞ എവിടെയാണ്, ലൗസാന്, നമ്മുടെ ലൗസാന് സ്വിറ്റ്സർലൻഡ് അല്ലെ, ലൗസാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇവന്റ്, ഒരുപാട് ഫെഡറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇത് ലൗസാന എന്ന് പറയുന്നത് അല്ലേ. സോ ആ ലൗസാന തന്നെയാണ് എന്തിന്റെ ഇന്റർനാഷണൽ വോളിബോൾ ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സും വരുന്നത്. അതുപോലെ ഒരു വോളിബോൾ മത്സരത്തിൽ എത്ര പേരാ, 6 പേര്. നമ്മൾ കുറച്ച് മുമ്പ് കബഡിയിൽ 7 പഠിച്ച പോലെ വോളിബോളിൽ 6 പേരാണ് ഒരു ടീമിൽ വരുന്നത്. അതിപ്പം ബീച്ച് വോളിബോൾ ആണെങ്കിൽ 2ആണ് കേട്ടോ. നമുക്കറിയാം വോളിബോൾ ബീച്ചിലും കളിക്കാറുണ്ട് അല്ലേ, ബീച്ച് വോളിബോളും ഉണ്ട്. അത് നോർമൽ കോർട്ട് വോളിബോൾ ആണെങ്കിൽ എത്ര, 6ഉം. ബീച്ച് വോളിബോൾ ആണെങ്കിൽ, ബീച്ചിലാണെങ്കിൽ ഒരു ടീമിൽ എത്ര പേര്, 2 പേരാണ് വരുന്നത്. അതുപോലെ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെയും നേപ്പാളിന്റെയും നാഷണൽ സ്പോർട്സ് ആണ് ഇത് വോളിബോൾ എന്ന് പറഞ്ഞത് കേട്ടോ. ശ്രീലങ്കയുടെയും ആരുടെ, നമ്മുടെ നേപ്പാളിന്റെയും എന്താണ് ഇത് നാഷണൽ സ്പോർട്സ് ആണ് ഇത് നമ്മുടെ ഈ പറഞ്ഞ വോളിബോൾ കേട്ടോ. വോളിബോൾ ശ്രീലങ്കയുടെയും നേപ്പാളിന്റെയും എന്താണ് നാഷണൽ സ്പോർട്സ് ആണ്. ഇതിന് അടുത്തിലോട്ട് പോയാലോ, നമ്മുടെ അടുത്തത് നമ്മുടെ വോളിബോൾ കോർട്ടിന്റെ ഒരു ഡയമെൻഷൻ ആണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വോളിബോൾ കോർട്ടിന്റെ ഡയമെൻഷൻ അല്ലെ, നമ്മുടെ വോളിബോൾ കോർട്ടിന്റെ നോർമലി വരുന്ന ഡയമെൻഷൻ എത്രയെന്നറിയൂ, അതായത് നീളവും വീതിയും. ഒരു വോളിബോൾ കോർട്ടിന്റെ നീളവും വീതി എന്ന് പറയുന്നത്, നീളം 18 മീറ്ററും വീതി 9 മീറ്ററുമാണ് കേട്ടോ. 9 മീറ്റർ കേട്ടോ. ഒരു വോളിബോൾ കോർട്ടിന്റെ നീളം പറഞ്ഞത്, ഒരു വോളിബോൾ കോർട്ടിന്റെ നീളം പറഞ്ഞത് 18 മീറ്ററും ഒരു വോളിബോൾ കോർട്ടിന്റെ വീതി വരണത്, വീതി എത്രയാണ്, അത് 9 മീറ്ററുമാണ് കേട്ടോ. ലെങ്ത് എപ്പോഴും ലെങ്ത് ആയിരിക്കും കൂടുതൽ, വിഡ്ത് കുറവായിരിക്കും. സോ 18 × 9 മീറ്റർ ഏത് ഒരു വോളിബോൾ കോർട്ട്. ഇത് ബീച്ച് വോളിബോൾ ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും കേട്ടോ. 18 നേരെ 16 ആവും, 9 നേരെ 8 ആവും. ഇരട്ടി എന്ന് ഓർത്താൽ മതി. 9ന്റെ ഇരട്ടി 18, 8ന്റെ ഇരട്ടി 16, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പൊ നോർമൽ നമ്മുടെ ഒരു വോളിബോൾ കോർട്ടാണ് എത്രയാണ്, 9 × 18, 9 വിഡ്ത്തും 18 ലെങ്തും. അത് ബീച്ച് വോളിബോൾ ആണെങ്കിൽ നേരെ കുറച്ച് കുറയും. നേരത്തെ എത്രയാ കുറയണം, 18 16 ആണ്. 16ന്റെ പകുതി 8, 8 16 9 18, അത്രേ ഉള്ളൂ. ഇരട്ടി എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇരട്ടിക്ക് ഇരട്ടിയാണ് ലെങ്ത്, എന്താ കോർട്ടിന്റെ ലെങ്തും വിഡ്ത്ത്. പിന്നെ നമുക്ക് ഈ വോളിബോൾ കോർട്ടിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ വോളിബോൾ കോർട്ടിന്റെ ഹൈറ്റ്. നമ്മൾ ഇടയ്ക്കും ഒരു GD എക്സാമിന് ചോദ്യം കണ്ടതാണ്. ഒരു വോളിബോൾ നെറ്റ്, നമ്മുടെ പോസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്. നമ്മുടെ പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമ്മൾ പറയുന്നത്, മെൻസും ഉണ്ട് വുമൻസും ഉണ്ട്. മെൻസിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.43 മീറ്റർ ആണ്. 2.43 മീറ്റർ വരും കേട്ടോ. അത് വുമൻസ് ആണെങ്കിൽ എന്തായാലും വുമൻസ് കുറവായിരിക്കും. എത്രയാ, 2. എത്രയാണ്, 24 മീറ്റർ. 2.24, 43 24 കേട്ടോ. 2.43 ആണെങ്കിൽ, 43 മെൻസ്, 2.4 ആണെങ്കിൽ കേട്ടോ, അത് അതേപടി പഠിച്ചു വെക്കണേ. 2.4 ആണെങ്കിൽ അത് വുമൻസ് ആണ്. അതെന്ന് പറയുന്നത് നമ്മളിതാ ഈ കാണുന്ന ഇത്രയും ഹൈറ്റ് ആണ്. ഈ താഴെ നമ്മുടെ തറ മുതൽ ഗ്രൗണ്ട് മുതൽ ഈ പോസ്റ്റിന്റെ ഹൈറ്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി ചിലപ്പോ ചോദിക്കും, ഈ വോളിബോളിന്റെ ഈ കാണുന്ന നെറ്റിന്റെ ഹൈറ്റ് എത്രയാണ്. നമ്മുടെ ഈ നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് മാത്രം, പോസ്റ്റ് വിട്ടിട്ട് നെറ്റ് മാത്രം 1 മീറ്റർ ആണ്. നെറ്റ് മാത്രം എത്രയുണ്ട്, 1 മീറ്റർ ആണ് നെറ്റ് കേട്ടോ. നെറ്റ് എത്രയുണ്ട്, 1 മീറ്റർ ആണ് നെറ്റിന്റെ എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത്. നെറ്റ് മാത്രം. പോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ 2.43. അത് നെറ്റ് പറഞ്ഞെങ്കിൽ എത്രയാണ്, 1 മീറ്റർ. ഇനി നിങ്ങൾക്ക് ഈ കാണാം, ഈ നെറ്റിൽ ഒരു ആന്റിന വെച്ചിങ്ങനെ കണ്ടോ, അതാ ഒരു ആന്റിന വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു എക്സാം, ഈയിടെ എക്സാം വെച്ചിട്ട് ആന്റിന്റെ കളർ എന്ത്, അതിന്റെ കളർ എന്താണ്,
റെഡും വൈറ്റുമാണ് അല്ലേ? ഇപ്പൊ ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചതാ കേട്ടോ. വോളിബോൾ കോർട്ടിലെ ആന്റിനയുടെ കളർ എന്താണ്? റെഡും വൈറ്റും ഇങ്ങനെ രണ്ട് കളറാണ് ഈ ആന്റിനയുടെ. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.8 മീറ്റർ ആണ്. 1.8 മീറ്റർ കണ്ടോ? അതിന്റെ ഹൈറ്റ് 1.8 മീറ്റർ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നെറ്റ് മാത്രം ഇത്രയും 1 മീറ്റർ ആണെങ്കിൽ പിന്നെ ബാലൻസ് ഇത്രയും എത്രയായിരിക്കും? 0.8 മീറ്റർ ആണ്. അതിൽ ടോട്ടൽ 1.8, മൊത്തം 1.8 ഉണ്ട്. അതില് ആന്റിനയുടെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നെറ്റിന്റെ ഹൈറ്റ് ആണ്. എത്ര? അത് 1 മീറ്റർ ഉണ്ട്. ബാക്കി 0.8 മീറ്റർ അല്ല, 80 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? സോ മൊത്തം ആന്റിനയുടെ ഹൈറ്റ് ചോദിച്ചാൽ 1.8 മീറ്റർ. കൃത്യമായി പഠിച്ചു വെച്ചോ, ആന്റിനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു വോളിബോൾ കോർട്ടിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9-18 അല്ലെ? 9 വിത്ത് 18 ലെങ്ത്. അത് ബീച്ച് വോളിബോൾ ആയാലും നേരെ കുറയും. 8-16 അല്ലെ? ദെൻ പോസ്റ്റിന്റെ ഹൈറ്റ് അത് വേരി ചെയ്യും. അത് മെൻസ് ആണെങ്കിൽ രണ്ടും 2 ആണ്. 2 എത്രയാ? 2.43 ഏത്? മെൻസ്. 2.24 ആര്? വുമൻസ്. പിന്നെ നമ്മുടെ ആന്റിന അല്ലെ, ആന്റിന കളർ എന്താ? റെഡും വൈറ്റും ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.8 മീറ്റർ. അതിൽ 1 മീറ്റർ എന്താ? നമ്മുടെ ഈ നെറ്റിന്റെ ഹൈറ്റ് ആണ്. നെറ്റിന്റെ ഹൈറ്റ് ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. സോ ഇത് ചോദിക്കും കേട്ടോ. ഇത് കൃത്യമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നേരത്തെ ഇതുപോലെ ബാഡ്മിന്റൺ കോർട്ട് പഠിച്ചു, അതുപോലെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വോളിബോൾ കോർട്ട്. കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ഇവന്റ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ ടെന്നീസ് ആണ്. അതാ ടെന്നീസ്. ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ അല്ലെ? നമ്മൾ എല്ലാത്തിനും ഇന്റർനാഷണൽ പഠിക്കണം. അതിൽ നമ്മുടെ ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടനിലാണ്. 1913 രൂപീകരിച്ചത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലണ്ടൻ. ഏത് വർഷം? 1913 ഇത് രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1913. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്? ലണ്ടൻ ആണ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ എന്ന് പറയുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ, ഇന്ത്യൻ ടെന്നീസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ രൂപീകരിച്ചത് 1920. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ ന്യൂഡൽഹിയാണ് കേട്ടോ. ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ രൂപീകരിച്ച വർഷം 1913. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞാണ് ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ രൂപീകരിച്ചത് കേട്ടോ. ടെന്നീസ് ഫെഡറേഷൻ, ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നത് ലണ്ടനിലാണ്. ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നത് ന്യൂഡൽഹിയിലാണ്. അതുപോലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. ഇടയ്ക്കിടയ്ക്ക് എക്സാം ചോദിക്കാറുണ്ട്. ഡേവിസ് കപ്പ് എന്ത് ടൂർണമെന്റുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇത്, നമ്മുടെ ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഡേവിസ് കപ്പ് എന്ത് കപ്പാണ്? ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ടെന്നീസ് കോർട്ടിന്റെ ഡയമെൻഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ ടെന്നീസ് കോർട്ടിൽ എങ്ങനെയാ ഡയമെൻഷൻ വന്നതെന്ന്. ടെന്നീസ് കോർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 23.77 മീറ്റർ. ഇതൊരു PYQ ആണ്. ഒരു CHSL എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2020-ലോ 2021-ലോ ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. ടെന്നീസ് കോർട്ടിന്റെ ലെങ്ത് എത്രയാണ്? 23.77 മീറ്റർ ആണ് കേട്ടോ. വലിയൊരു കോർട്ടാണ്. 23.7. കൃത്യമായി പഠിക്കണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കണക്കൂട്ടിലൂടെ വെക്കല്. കാരണം ചില ഓപ്ഷനൊക്കെ എല്ലാ 23 തരും. ഈ ചെറിയ പോയിന്റിലായിരിക്കും അവർ ഓപ്ഷൻസ് സെറ്റ് ചെയ്യണം. കാരണം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. സോ കൃത്യമായി 23.77 മീറ്റർ ആണ് ഒരു ടെന്നീസ് കോർട്ടിന്റെ നീളം. ഇനി ഇതിന്റെ വിട്ത് വരുന്നത്, നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇതിൽ സിംഗിൾസും ഉണ്ട്, ഡബിൾസും ഉണ്ട്. അല്ലെ, നമ്മുടെ ബാഡ്മിന്റൺ പോലെയാണ് അല്ലേ? ബാഡ്മിന്റൺ പോലെ ടെന്നീസിലും എന്തുണ്ട്? സിംഗിൾസും ഡബിൾസും. സിംഗിൾസ് വരാൻ നമുക്കറിയാം ഇത്രയും ഭാഗം മതി. ഇത്രയും ഭാഗമാണ് ആര്? സിംഗിൾസ്. ഡബിൾസ് ആണെങ്കിൽ മൊത്തവും ഭാഗവും വരും അല്ലെ, ടോട്ടല് വരും. സോ സിംഗിൾസ് എത്ര നോക്കടാ? 8.23 മീറ്റർ ആണ്. 8.23 മീറ്റർ ആണ് ഏത്? 23 മീറ്റർ ആണ് ഏത്? സിംഗിൾസ് കേട്ടോ. 8.23. അത് ഡബിൾസ് വരുമ്പോൾ 10.97 മീറ്റർ കേട്ടോ. കൃത്യമായി പഠിക്കണം. അങ്ങനെ ചോദിക്കും കേട്ടോ. സിംഗിൾസ് ഡബിൾസ് തന്നെ എടുത്ത് ചോദിക്കും. സിംഗിൾസ് ആണ് 8 എത്ര? 23 മീറ്ററും. ഡബിൾസ് ആണെങ്കിൽ അത് 10 ആണ്. 10.97 മീറ്റർ. 97 മീറ്റർ ആണ് ഡബിൾസ് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ലെങ്ത് എല്ലാത്തിലും സെയിം ആണ്. ലെങ്ത് കറക്റ്റ് ആയിരിക്കും.
സിംഗിൾസ് ഡബിൾസ് ഇപ്പൊ നമ്മൾ നേരത്തെ അവിടെ പഠിച്ചത് അങ്ങനെയാ, ബാഡ്മിന്റൺ പഠിച്ചപ്പോഴും അങ്ങനെയായിരുന്നു അല്ലേ? ലെങ്ത് കറക്റ്റ് ആണ്. സിംഗിൾസ് ഡബിൾസ് പറയുമ്പോൾ സിംഗിൾസ് ആണെങ്കിൽ ഇത്ര ഈ ലൈനിന്റെ അകത്ത് ഇത്രയും ഭാഗമേ വരുള്ളൂ അല്ലെ? ഇത്രയാണ് സിംഗിൾസിന്. ഡബിൾസ് ആകുമ്പോൾ ടോട്ടൽ മൊത്തവും കളിക്കാം അല്ലേ? സോ അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. 10.97. പിന്നെ ഇതിലും നമ്മുടെ നെറ്റ് ഉണ്ടല്ലേ? സോ നമ്മുടെ ടെന്നീസിലും നെറ്റ് ഉണ്ട്. ടെന്നീസിന്റെ പോസ്റ്റിന്റെ ഹൈറ്റ്, ഈ ഒരു പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.07 മീറ്റർ ആണ്. 1.07 മീറ്റർ ആണ് ഈ പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് നെറ്റ് പോസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റിന്റെ ഹൈറ്റ് തന്നെയാണ്. നെറ്റിന്റെ ഹൈറ്റ് എന്താണ്? 1.07. പക്ഷേ ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ അളക്കുമ്പോൾ, നമ്മൾ നേരത്തെ ബാഡ്മിന്റണിൽ ഇങ്ങനെ കണ്ടതാണ് അല്ലെ? ബാഡ്മിന്റണിലും അറ്റത്തുനിന്ന് അളക്കുമ്പം മറ്റൊരു സംഖ്യ ആണെങ്കിലും നടുക്കുന്ന് അളക്കുമ്പോൾ എന്താണ്? ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ? സോ കുറച്ച് കുറയും. കണ്ടോ നടുക്ക് എത്രടാ? 0.914 മീറ്ററേ ഉള്ളൂ കേട്ടാ. ടെന്നീസ് കോർട്ടിന്റെ സെൻട്രൽ നിന്നും അളക്കുമ്പോൾ കേട്ടോ, അറ്റത്തുനിന്ന് അളക്കുമ്പോൾ എത്രയാണ്? 1.07 മീറ്റർ ഉണ്ട് അറ്റത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷെ സെൻട്രലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എത്രയേ ഉള്ളൂ? 0.914 മീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് സെൻട്രലിൽ നിന്ന് നമ്മൾ അളക്കുമ്പോൾ ഈ നെറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് ചോദിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ടെന്നീസിന് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് കണ്ടിട്ടുള്ളത്. സെൻട്രലിൽ നിന്നും അളക്കുമ്പോൾ എത്രയാണ് ഹൈറ്റ് കേട്ടോ. സെയിം ബാഡ്മിന്റണിലും അങ്ങനെയാണ്. സെയിം ബാഡ്മിന്റണിലും അതേ ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റത്തുനിന്നും വ്യത്യാസമാണ്, സെന്ററിൽ നോക്കുമ്പോൾ എന്താണ്? ഒരു വ്യത്യസ്ത ഹൈറ്റ് ആണ് അല്ലേ? സോ അതുപോലെ ടെന്നീസിലും അങ്ങനെ പഠിക്കണം കേട്ടോ. പോസ്റ്റിന്റെ ഹൈറ്റ് നോക്കുമ്പോൾ അറ്റത്ത് ഒരു ഹൈറ്റ് ആണ്, സെന്ററിൽ നോക്കുമ്പോൾ മറ്റൊരു ഹൈറ്റ് ആണ്. ഓക്കെ, സോ കൃത്യമായി എന്ത് പഠിച്ചിരിക്കുക? ടെന്നീസിന്റെ ഡയമെൻഷൻസ് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെന്നീസ് ടൂർണമെന്റുകളാണ് നമ്മുടെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് അല്ലേ? ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ എന്ത് ടൂർണമെന്റുകളാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റുകളാണ് ഗ്രാൻഡ് സ്ലാം. ഗ്രാൻഡ് സ്ലാം 4 ടൂർണമെന്റ് ആണ് അല്ലേ? ഗ്രാൻഡ് സ്ലാം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാ? 4. അതൊക്കെയാ വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ. കേട്ടോ, ഇതിലൊരിക്കലും എക്സാം ചോദിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും ഓൾഡസ്റ്റ് ടൂർണമെന്റ് ഏതാ? വിംബിൾഡൺ ആണ്. കാരണം വർഷം നോക്ക്, 1877. അതായിരുന്നു വേറൊരു എക്സാം ചോദിച്ച ചോദ്യം. വിംബിൾഡൺ ആരംഭിച്ച വർഷം ഏത് വർഷമാണ് വിംബിൾഡൺ ആരംഭിച്ചത്? 1877 വിംബിൾഡൺ. കാരണം ബാക്കി നോക്കിയാണ്. വിംബിൾഡൺ കഴിഞ്ഞ പിന്നെ ആരംഭിച്ചത് US ഓപ്പൺ 1881. പിന്നെ 1891 ആര്? ഫ്രഞ്ച് ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഏറ്റവും അവസാനം. 1905 ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത് അല്ലെ? സോ ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇത് വിംബിൾഡൺ. 1877 കേട്ടോ. ഒരു പ്രീവിയസ് ചോദ്യമാണ്. 1877 1877 വിംബിൾഡൺ ആരംഭിച്ചത്. ഇനി നമുക്ക് ഈ 4 ടൂർണമെന്റ് നോക്കിയാലും 4 ടൂർണമെന്റിനും വ്യത്യസ്തമായ ഒരു കോർട്ട് ഉണ്ട്. ഇപ്പൊ ഇതിലിപ്പം വിംബിൾഡൺ കളിക്കുന്നത്, വിംബിൾഡൺ വരുന്നത് ഗ്രാസ് കോർട്ടിലാണ്. നമ്മുടെ ഗ്രീൻ കളറിൽ ഒരു പച്ച കളർ കോർട്ട് ആണ് ഗ്രാസ് കോർട്ടിലാണ് എന്ത് കളിക്കുന്നത്? വിംബിൾഡൺ. പക്ഷേ ഫ്രഞ്ച് ഓപ്പൺ വരുമ്പോൾ അത് ക്ലേ കോർട്ടിലാവും കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ ആണ് ഏത് കോർട്ടിലാണ്? ക്ലേ കോർട്ടിലാണ് അത് വരുന്നത്. പക്ഷെ US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും ഏത് കോർട്ടാണ്? ഹാർഡ് കോർട്ടാണ് കേട്ടോ. ഹാർഡ് കോർട്ടറിലാണ് ഏത്? US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പൺ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് ഒരു വർഷത്തില്, ഒരു കലണ്ടർ ഇയറിലെ എന്താണ് നടക്കുന്ന 4 ടൂർണമെന്റ്, അതും വ്യത്യസ്തമായ മാസങ്ങൾ. ഇത് ഒരു വർഷത്തില് ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മത്സരമാണ് ഇത് ഓസ്ട്രേലിയൻ ഓപ്പൺ കേട്ടാ. അപ്പൊ ഒരു കലണ്ടറിൽ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഏത് മാസമാണ്? ജനുവരി മാസത്തിലാണ് എന്ത് നടക്കുന്നത്? ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. അത് എപ്പോഴാ? മെയ്യിലാണ്. ഒരു മെയ് പകുതിയോട് കൂടിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രഞ്ച് ഓപ്പൺ രണ്ടാമത്തെ അല്ലെ? ഫ്രഞ്ച് ഓപ്പണിന്റെ കോർട്ട് ഏടാ? ക്ലേ കോർട്ടാണ്. ഇനി മൂന്നാമത് നമ്മൾ വരുമ്പോൾ അത് നമ്മുടെ വിംബിൾഡൺ ആണ്. വിംബിൾഡൺ ആണ് മൂന്നാമത്തെ ടൂർണമെന്റ്. ഏതാ? ജൂൺ ജൂലൈ മാസങ്ങളിൽ കേട്ടോ. ജൂൺ എൻഡ് മുതൽ ജൂലൈ ഫസ്റ്റ് വരുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇത് വിംബിൾഡൺ എന്ന് പറയുന്നത്. വിംബിൾഡൺ. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ഒരു വർഷത്തിലെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ആണ് US ഓപ്പൺ. US ഓപ്പൺ നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ അവസാന ടൈമിലാണ് കേട്ടോ. എൻഡ് ഓഫ് ഓഗസ്റ്റ് എൻഡിലാണ് ഏത് പറഞ്ഞത്? US ഓപ്പൺ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും കേട്ടോ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. സോ ഓർഡറിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ, സെക്കൻഡ് ഫ്രഞ്ച് ഓപ്പൺ, തേർഡ് വിംബിൾഡൺ, ഫോർത്ത് US ഓപ്പൺ. ഒരു മാസവും നോക്കണം കേട്ടോ. ജനുവരി ആര്? ഓസ്ട്രേലിയൻ ഓപ്പൺ.
അത് കഴിഞ്ഞ് മെയ്യിൽ ആര് ഫ്രഞ്ച് ഓപ്പൺ, ജൂൺ ജൂലൈയിൽ ആര് വിംബിൾഡൺ, എൻഡ് ഓഫ് ദി ഓഗസ്റ്റിൽ ആരാണ് US ഓപ്പൺ. പക്ഷെ ഈ വന്ന കണക്ക് വെച്ച് നോക്കിയാൽ, ഈ ടൂർണമെന്റ് വന്ന വെച്ച് കണക്ക് നോക്കിയാൽ ഏറ്റവും ആദ്യം വന്ന അല്ലെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടൂർണമെന്റ് ഏതാ? അത് വിംബിൾഡൺ ആണ്. ഓൾഡസ്റ്റ് ഗ്രാൻഡ് സ്ലാം അല്ലെ ഓൾഡസ്റ്റ് ടെന്നീസ് ടൂർണമെന്റ് ഏതാ? അത് വിംബിൾഡൺ ആണ്. 1877 വിംബിൾഡൺ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ കോർട്ട് കേട്ടോ നോക്കിയാണ് ഇപ്പൊ ആദ്യത്തെ അവസാനത്തെ അല്ലെ 1ഉം 4ഉം ഹാർഡ് കോർട്ട്, അതായത് ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ഏതാ ഹാർഡാണ്. വിംബിൾഡൺ ഗ്രാസ് അല്ലെ. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ ഏതാണ് ക്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രാംസം നമ്മൾ എപ്പോഴും കറണ്ട് അഫയറിൽ കൃത്യമായി പഠിക്കേണ്ട സാധനമാണ് ഇത് ഗ്രാംസൺ ടൂർണമെന്റിനെ പറ്റി. സോ കൃത്യമായി കറണ്ട് അഫയർ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാംസൺ ടൂറിനെ പറ്റി പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അടുത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്തത് നമുക്ക് ഹോക്കിയെ പറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ച വർഷമെന്ന് പറയുന്നത് 1924 1924 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ചത്. എവിടെ വെച്ചാൽ പാരീസിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ്. പക്ഷെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ന് പറഞ്ഞത് സ്വിറ്റ്സർലൻഡിലെ ലൗസാനാണ്. അപ്പൊ ഇതുപോലെ നേരത്തെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട? ഏത്? വോളിബോൾ അല്ലേ. വോളിബോളിന്റെ ഇന്റർനാഷണൽ ഫെഡറേഷനും 1947 പാരീസിൽ വെച്ചായിരുന്നെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് വന്നത് ഇന്നിപ്പോൾ ലൗസാന്. അതുപോലെയാണ് ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ചത് 1924 പാരീസിൽ വെച്ചാണെങ്കിലും നിലവിൽ ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത് എവിടെയാണ്? ലൗസാനയിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹോക്കി മത്സരത്തിൽ ഒരു ടീമിൽ എത്ര പേരുണ്ട്? 11 പേരാണ് വരുന്നത്. അതുപോലെ നമ്മുടെ പാകിസ്ഥാന്റെ നാഷണൽ സ്പോർട്സാണ് ഫീൽഡ് ഹോക്കി അല്ലെ. പാകിസ്ഥാന്റെ നാഷണൽ സ്പോർട്സ് ആണ് ഫീൽഡ് ഹോക്കിയാണ്. ഒരു ടീമിൽ എത്ര പേര് വരും? 11 പേരാണ് വരുന്നത്. ഇനി നമ്മുടെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഹോക്കി ടൂർണമെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ബൈട്ടൺ കപ്പ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് ഏത്? ബൈട്ടൺ കപ്പ് കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വർഷം നോട്ട് ചെയ്ത് വെച്ചോ. 1895 ചോദിക്കും കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. വർഷം 1895 കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന, ലോകമല്ല ഇന്ത്യ കേട്ടോ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് ഇത് ബൈട്ടൺ കപ്പ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഹോക്കി ടൂർണമെന്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബൈട്ടൺ കപ്പ്. ഏത് വർഷം? 1895 രൂപീകരിച്ചത്. അടുത്ത് മറ്റു പ്രധാനപ്പെട്ട ഹോക്കി ടൂർണമെന്റുകൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹോക്കി ടൂർണമെന്റ് ആണ് ധ്യാൻ ചന്ദ് കപ്പ്. നമ്മുടെ വളരെ പ്രധാനം അല്ലേ, നമ്മുടെ ഹോക്കി മാന്ത്രികനായ അല്ലെ ധ്യാൻ ചന്ദ് അല്ലെ, അദ്ദേഹത്തിന്റെ പേരിൽ ടൂർണമെന്റ് ഏതാണ്? ധ്യാൻ ചന്ദ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്താണ് രംഗസ്വാമി കപ്പ്. മറ്റൊരു ഇന്ത്യയിലെ ഹോക്കി ടൂർണമെന്റ് ആണ് ഏത്? രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത് കേട്ടോ, രംഗസ്വാമി. അതുപോലെ അടുത്തത് മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോക്കി ടൂർണമെന്റ് ആണ് ഇത് മഹാരാജ രഞ്ജിത് സിംഗ് ടൂർണമെന്റ്. അതുപോലെയാണ് ഒന്ന് അഗാഖാൻ കപ്പ് കേട്ടോ. ഏതൊക്കെയാണ് ഹോക്കി ടൂർണമെന്റ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ഏത്? ബൈട്ടൺ കപ്പ്. അതുപോലെ ധ്യാൻ ചന്ദ് കപ്പ്, നമ്മുടെ ഹോക്കി മാന്ത്രികൻ അല്ലെ ധ്യാൻ ചന്ദ്. രംഗസ്വാമി കപ്പ്. അതുപോലെ മഹാരാജ രഞ്ജിത് സിംഗ്, നമ്മുടെ പഞ്ചാബിലെ രാജാവായിരുന്നില്ലേ രഞ്ജിത് സിംഗ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് മഹാരാജ രഞ്ജിത് സിംഗ്. അതുപോലെ അഗാഖാൻ കപ്പ്, നമ്മുടെ അഗാഖാന്റെ അല്ലെ മുസ്ലിം ലീഗിന്റെ സ്ഥാപകനായ അഗാഖാന്റെ പേരിൽ അറിയപ്പെടുന്ന കപ്പാണ് അഗാഖാൻ കപ്പ്. ഇതൊക്കെ ഇന്ത്യൻ ടൂർണമെന്റ്, ഇതെല്ലാം ഇന്ത്യൻ ടൂർണമെന്റ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരു കളിയാണ്. മലേഷ്യയിൽ വെച്ചാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് കേട്ടോ. മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എല്ലാ വർഷവും നടക്കുന്ന ഒരു ആനുവൽ ഇന്റർനാഷണൽ മെൻസ് ഹോക്കി ടൂർണമെന്റ് ആണ് ഏത്? ഈ പറയുന്ന സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. അത് ഈയിടയ്ക്ക് എക്സാം ചോദിച്ചിട്ട് ഏത് രാജ്യത്ത് വെച്ച് നടക്കുന്നത്? മലേഷ്യയിൽ വെച്ചാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത് കേട്ടോ. അതും അപ്പൊ എന്ത് ടൂർണമെന്റ്? ഒരു ഹോക്കി ടൂർണമെന്റ്. എന്ത് ടൂർണമെന്റ് ആണ്? ഒരു ഹോക്കി ടൂർണമെന്റ് ആണ്. സോ ഹോക്കി ടൂർണമെന്റ് ഒക്കെ അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നത് ബൈട്ടൺ കപ്പ് എന്ന് പറയുന്നത്. അതിനടുത്ത് നമുക്ക് ഹോക്കിയുടെ കുറച്ച് ഡയമെൻഷൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹോക്കി ഡ്യൂറേഷൻ എത്രയാ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 60 മിനിറ്റ് ആണ് നമ്മുടെ ഹോക്കി ഗെയിമിൻ്റെ ഡ്യൂറേഷൻ. ആക്ച്വലി കുറച്ച് 2019 വരെ 70 മിനിറ്റ് ആയിരുന്നു കേട്ടോ. നേരത്തെ 2019 വരെ 70 മിനിറ്റ് ആണ്. ഇപ്പോൾ അത് എത്രയായി ചുരുക്കി? 60 മിനിറ്റ് ആയി ചുരുക്കി. ഇനി ഇതിൻ്റെ ബ്രേക്ക് എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ 4 ക്വാർട്ടറായിട്ടാണ് തിരിച്ചിട്ടുള്ളത്.
ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടർ. ഇതിൽ ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ്. 15 മിനിറ്റ് വെച്ച് നമുക്ക് 4 ക്വാർട്ടറിന് എന്ത് ചെയ്യാം, തിരിക്കാൻ പറ്റും. 15 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര? 60 മിനിറ്റ് അല്ലേ. സോ ഫസ്റ്റ് ക്വാർട്ടർ 15, സെക്കൻഡ് ക്വാർട്ടർ 15, തേർഡ് ക്വാർട്ടർ 15, ഫോർത്ത് ക്വാർട്ടർ. ഇതിൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ബ്രേക്ക്, അതായത് ഈ ബ്രേക്കും 2 മിനിറ്റ് വെച്ചാണ് ബ്രേക്ക് വരുന്നത്. അതായത് ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ബ്രേക്ക് വരും. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് അടുത്ത 15 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഏറ്റവും പകുതിക്കെത്തി. ഇത് നമ്മുടെ ഹാഫ് ആണല്ലേ, 60ൻ്റെ പകുതി. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ എന്താവും? 30 മിനിറ്റാണ് ഹാഫ്. ഈ ഹാഫിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ് കേട്ടോ. ഹാഫിൻ്റെ ബ്രേക്ക് എത്രയാടാ? 15 മിനിറ്റാണ് ഹാഫ് ബ്രേക്ക് കേട്ടോ. അതങ്ങനെ ചോദിക്കും കേട്ടോ. നമ്മൾ നേരത്തെ ഫുട്ബോളും 15 മിനിറ്റ് ആണല്ലേ. ഫുട്ബോളും എന്തായിരുന്നു? 15 മിനിറ്റാണ് ബ്രേക്ക് വന്നത്. അതുപോലെ കബഡിയിൽ നമ്മൾ കണ്ടതാണ്. കബഡിയിൽ എത്ര മിനിറ്റ് ആയിരുന്നു? കബഡിയിൽ 5 മിനിറ്റ് ആയിരുന്നു നമുക്ക് എത്ര വന്ന ബ്രേക്ക് വന്ന. കബഡിയിൽ എത്രയായിരുന്നു? 5 മിനിറ്റ്. അതുപോലെ ഹോക്കി വരുമ്പോൾ എത്ര മിനിറ്റ് വരും? 15 മിനിറ്റ് എന്ത് വരും? ബ്രേക്ക് വരും. എത്ര മിനിറ്റ് വരും? 15 മിനിറ്റ് ആണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്ക് കേട്ടോ. സെക്കൻഡ് ക്വാർട്ടർ പറഞ്ഞാൽ ഹാഫ് ബ്രേക്ക് എത്രയാണ്? 15. ബാക്കി എല്ലായിടത്തും എത്ര മിനിറ്റ് വെച്ചേ ഉള്ളൂ? 2 മിനിറ്റ് വെച്ചാണ്. ഫസ്റ്റ് ക്വാർട്ടറും തേർഡ് ക്വാർട്ടറും എത്ര മിനിറ്റ്? 2 മിനിറ്റ് വെച്ചും. നടുക്കത്തെ രണ്ടാമത്തെ ക്വാർട്ടർ വരുമ്പോൾ ഹാഫ് ആകുമ്പോൾ എത്രയാണ്? 15 മിനിറ്റ് ബ്രേക്ക്. ഇത് ചില ഇതിൽ എന്ത് വരും? 10 വരാറുണ്ട്. ചില ടൂർണമെൻറ്റിലാണ് 10 വരാറുണ്ട്. മെയിനായിട്ടും 15 ബ്രേക്ക് ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡയമെൻഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഹോക്കി ഫീൽഡിൻ്റെ ഡയമെൻഷൻ നോക്കാമല്ലോ. അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഒരിക്കലും എക്സാമിന് ഇതിൻ്റെ ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ട്. PVQ ആണ് കേട്ടോ. PVQ ആണ് ഹോക്കിയുടേത്. 91.4 മീറ്ററാണ് ഒരു ഹോക്കി ഫീൽഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 91.4 മീറ്റർ. 55 മീറ്ററാണ് എന്ത്? വിഡ്ത്ത് കേട്ടോ. 91.4 മീറ്റർ എന്താണ്? ലെങ്തും 55 മീറ്ററാണ് എന്താണ്? അതിൻ്റെ വിഡ്ത്തും വരുന്നത് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ്? 91.4 മീറ്ററും 55 മീറ്റർ വെഡ്ത്തും. ഇനി നേരത്തെ നമ്മൾ ഫുട്ബോൾ പറഞ്ഞപ്പോൾ നമ്മൾ ഈ പെനാൽറ്റി കണ്ടിട്ടുണ്ടല്ലേ. ഫുട്ബോളിലെ പെനാൽറ്റി, ഗോൾ പോസ്റ്റും പെനാൽറ്റി പോയിന്റും തമ്മിൽ. അതുപോലെ ഹോക്കിയിലും നമുക്ക് പെനാൽറ്റി ഉണ്ട്. ഇതാണ് പെനാൽറ്റി പോയിന്റ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഗോൾ പോസ്റ്റിൽ അടിക്കുന്നത്. ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിക്കും. പെനാൽറ്റി എത്രടാ? 6.4 മീറ്റർ അല്ലേ. അവിടെ ഫുട്ബോളിലാണെങ്കിൽ നമുക്ക് 11 മീറ്റർ ആയിരുന്നു. ഫുട്ബോളിൽ ഗോൾ പോസ്റ്റും പെനാൽറ്റി പോയിന്റും തമ്മിൽ എത്രയാണ്? 11 മീറ്റർ. ഇവിടെ എത്രയേ ഉള്ളൂ? 6.4 മീറ്റർ. 6.4 മീറ്റർ ആണ് ഗോൾ പോസ്റ്റും പെനാൽറ്റി പോയിന്റും തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എഴുതിയത് കേട്ടോ. ഇത് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്മുടെ ഗോൾ പോസ്റ്റും പെനാൽറ്റി പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6.1. ഫുട്ബോളിലാണെങ്കിൽ എത്രയാണ്? ഫുട്ബോളിലാണെങ്കിൽ 11 മീറ്റർ ആയിരുന്നു അല്ലേ. ദെൻ ഇനി നമുക്ക് പോസ്റ്റ്. നമ്മൾ ഫുട്ബോളിലും പോസ്റ്റിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും പഠിച്ചതാണ്. അതുപോലെ ഇതിലും പഠിക്കുക. നമ്മുടെ ഗോൾ പോസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ പോസ്റ്റിൻ്റെ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത്? 3.66 മീറ്റർ ആണ് കേട്ടോ. 3.66. ഹൈറ്റ് ആണെങ്കിലോ എത്രയാണ്? വിഡ്ത്ത് 2.14 മീറ്റർ കേട്ടോ. 3.66. 3.66. 3.66 എന്താണ്? ലെങ്തും ഗോൾ പോസ്റ്റിൻ്റെ ലെങ്ത്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.14. ഇതും ചോദിക്കും കേട്ടോ. ഫുട്ബോളിലും നമ്മൾ ഇതുപോലെ കണ്ടതാണ്. ഫുട്ബോളിൻ്റെയും അതുപോലെ നമ്മുടെ ഹോക്കിയുടെയും ഗോൾ പോസ്റ്റിൻ്റെ നീളവും വീതിയും എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ചോദിക്കുന്നൊരു സാധനമാണ് കേട്ടോ. സോ നമ്മുടെ ഗോൾ പോസ്റ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 3.66. അതുപോലെ നീളം 3.66. വീതി ബ്രെഡ്ത്ത് എത്രയാണ്? 2.14. ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചത്. ഒരു കാരണവശാലും പഠിക്കാതെ എക്സാമിന് പോകരുത്. ഫുട്ബോളിൻ്റെയും ഹോക്കിയുടെയും ഗോൾ പോസ്റ്റിൻ്റെ നീളവും വീതിയും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ. സോ ഇത്രയുമാണ് നമുക്ക് ഹോക്കിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇത് നമുക്ക് അടുത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്തത് ബാസ്കറ്റ് ബോളാണ്. സോ അത് തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ FIBA ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ രൂപീകരിച്ച വർഷം 1932 നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ മീസ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് ഇടയ്ക്കൊരു എക്സാം ചോദിച്ചേട്ടാ. നമ്മുടെ ബാസ്കറ്റ് ബോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ മീസ്. ഏത് വർഷം? 1932 രൂപീകരിച്ചത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് 1950 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് കേട്ടോ. അതും നോട്ട് ചെയ്യുക, ചോദിക്കും കേട്ടോ. ബാസ്കറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏത് വർഷം?
1950 ന്യൂഡൽഹിയിലാണ് നമ്മുടെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ ഒരു ബാസ്കറ്റ് ബോളിൽ ഒരു ടീമിൽ എത്ര പേര് വരും? 5 പ്ലേയേഴ്സാണ് അല്ലേ പറഞ്ഞത്. എത്ര പ്ലേയേഴ്സാണ്? 5 പ്ലേയേഴ്സാണ് ഒരു ബാസ്കറ്റ് ബോളിൽ നമുക്ക് എന്താണ് ഒരു ടീമിൽ വരുന്നത് അല്ലേ? 5 പ്ലെയർ അല്ലേ? അപ്പോൾ 5 നമുക്ക് കിട്ടിയാരാ? 5 ബാസ്കറ്റ് ബോൾ. 6 ആരായിരുന്നു? വോളിബോൾ. 7 ആരായിരുന്നു? 7 കബഡി അല്ലേ? 5 ബാസ്കറ്റ് ബോൾ, 6 വോളിബോൾ, 7 കബഡി. അതുപോലെ ഇതിനൊരു ഡയമെൻഷൻ ഉണ്ട് അല്ലേ? നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ടിന് ഒരു ഡയമെൻഷൻ ഉണ്ട്. അത് ആക്ച്വലി 2 രീതിയിലാണ്. അതായത് നമ്മുടെ NBA എന്ന് പറഞ്ഞാൽ നാഷണൽ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ, നമ്മുടെ ഇന്ത്യയുടെ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ്റെ പ്രകാരം കോർട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 28.7 മീറ്റർ നീളവും 15.2 മീറ്ററും വീതിയുമാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ നാഷണൽ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ്റെ നിയമ പ്രകാരം കോർട്ട്, ഇന്ത്യയിലെ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ നീളവും വീതി എന്ന് പറഞ്ഞാൽ നീളം എത്രയാണ്? 28.7 വീതി 15.2. പക്ഷേ നമ്മുടെ FIB ഇൻ്റർനാഷണൽ ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ്റെ FIBയുടെ ഇത് പ്രകാരം അവരുടെ കോർട്ട് എന്ന് പറഞ്ഞാൽ 28 മീറ്റർ ലെങ്തും 15 മീറ്റർ വിഡ്ത്ത് വരും കേട്ടോ. 28 മീറ്ററും 15 കേട്ടോ. സോ 2 നമ്പർ സെയിം ആണ്, 28ഉം 15ഉം തന്നെയാണ്. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലാവും, 28.7 മറ്റത് 15.2 എന്ത് വരും? ഡയമെൻഷൻ വരും കേട്ടോ. സോ 2 രീതിയിലാണ് നമുക്ക് ഡയമെൻഷൻ. NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ പ്രകാരം, ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ പ്രകാരം, ഇന്ത്യയും ഇൻ്റർനാഷണലും ബേസ് ചെയ്ത് വ്യത്യാസം. ഇനി നമുക്ക് ബാസ്കറ്റ്ബോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഈ ബാസ്കറ്റ് ബോളിൻ്റെ ഇടുന്ന ഒരു കോർട്ട് ഇല്ലടാ. സോ നമുക്ക് ഈ താഴെ ഈ ഗ്രൗണ്ടിൽ നിന്ന് വേണം നമുക്ക് ഈ നെറ്റിനുള്ളിലേക്ക് എന്തിടാൻ? ബോൾ ഇടാൻ. സോ ആ നെറ്റിൻ്റെ ഹൈറ്റും ഗ്രൗണ്ടും തമ്മിൽ എത്രയാണ് വ്യത്യാസം? 3.05 മീറ്റർ കേട്ടോ. ഇങ്ങനത്തെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ എല്ലാത്തിനെയും നെറ്റ് പഠിച്ചതാണ് അല്ലേ? ടെന്നീസും ബാഡ്മിൻ്റനിലൊക്കെ നെറ്റ് പഠിച്ചതാണ്. അതുപോലൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ബാസ്കറ്റ് ബോളിൻ്റെ നെറ്റും. അപ്പോൾ ആ നെറ്റ് നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ആ നെറ്റിൻ്റെ ഹൈറ്റാണ് അല്ലേ? സോ ആ നെറ്റിൻ്റെ ഹൈറ്റും ഗ്രൗണ്ടും തമ്മിൽ എത്രയാണ്? 3.05 മീറ്റർ വ്യത്യാസമുണ്ട് കേട്ടോ. 3.05 മീറ്റർ ആണ് എന്തിൻ്റെ ഹൈറ്റ്? ഒരു ബാസ്കറ്റ് ബോളിൻ്റെ നെറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചോദിക്കുന്നത്. ഒരു ബാസ്കറ്റ് ബോൾ ഗെയിമിൽ എത്ര പേരുണ്ട്? 5 പേരാണ്. ഡയമെൻഷൻ കട 28x15 അങ്ങനെ പഠിച്ചാൽ 28.15. അത് ഇന്ത്യയിൽ വരുമ്പോൾ കുറച്ച് കൂടും, 28.7 15.2. അതുപോലെ ഫെഡറേഷൻസ് കേട്ടോ. FIBA അത് സ്ഥിരമായി ചോദിച്ചുള്ള ചോദ്യമാണ്. FIBA ഇൻ്റർനാഷണൽ ബാസ്കറ്റ് ഫെഡറേഷൻ 1932 സ്വിറ്റ്സർലൻഡിലെ മിയാസ് ആണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ഇതൊരു സംഭവം പറഞ്ഞു, നമ്മൾ ഹോക്കി പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയൊരു സാധനമാണ്. ഇപ്പോൾ ഹോക്കിയിൽ നമ്മൾ ടൂർണമെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ ഹോക്കി വേൾഡ് കപ്പ് ഉണ്ട്. അത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോക്കി വേൾഡ് കപ്പിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്കൊക്കെ ചോദിക്കാൻ കണ്ടിട്ടുണ്ട്. ഹോക്കി വേൾഡ് കപ്പ് ആരംഭിച്ചത് 1971. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് തവണ PYക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഏത് വർഷമാണ് ഹോക്കി വേൾഡ് കപ്പ് ആരംഭിച്ചത്? 1971 കേട്ടോ. അത് ആദ്യത്തെ ടൂർണമെൻറ്റ് നടന്നത് നമ്മുടെ സ്പെയിനിലെ ബാഴ്സലോണയിൽ വെച്ചാണ്. നമ്മുടെ സ്പെയിനിലെ ബാഴ്സലോണയിൽ വെച്ചാണ് ആദ്യത്തെ ഹോക്കി വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്തത്. അതേ വർഷം 1971 അതിൻ്റെ കപ്പടിച്ചത് നമ്മുടെ പാകിസ്ഥാനാണ് കേട്ടോ. പാകിസ്ഥാനാണ് ആദ്യത്തെ ഹോക്കി വേൾഡ് കപ്പ് നേടിയത്. പാകിസ്ഥാൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഹോക്കി വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത് ആരാണ്? പാകിസ്ഥാനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ കേട്ടോ. പാകിസ്ഥാൻ 4 തവണ എന്ത് നേടിയിട്ടുണ്ട്? ഹോക്കി വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റും പാകിസ്ഥാൻ തന്നെയാണ്. ഏത് വർഷം? 1971. ഇനി ഒരൊറ്റ വട്ടമാണ് ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യ കപ്പടിച്ചിട്ടുള്ളത്. ഇന്ത്യ 1975 ഇന്ത്യ കപ്പടിച്ചത് കേട്ടോ. ഇന്ത്യ ഹോക്കി വേൾഡ് കപ്പ് നേടിയ വർഷം 75 കേട്ടോ. അത് പാകിസ്ഥാനെ തോപ്പിച്ച തന്നെയാണ് ഇന്ത്യ എന്ത് ചെയ്തത്? കപ്പ് നേടിയത്. അത് ഏത് വർഷം? 1975. ഫസ്റ്റ് ടൂർണമെൻറ്റ് നടന്നത് 71. അത് പാകിസ്ഥാനാണ് കപ്പടിച്ചത്. എവിടെ വെച്ചാണ് ഫസ്റ്റ് ടൂർണമെൻറ്റ് നടന്നത്? സ്പെയിനിലെ ബാഴ്സലോണയിൽ വെച്ചാണ് അത് നടന്നത് കേട്ടോ. ഹോക്കി വേൾഡ് കപ്പ് അതും എക്സാമിന് എന്താണ് ചോദിക്കുന്ന ഒരു ഭാഗവും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഒരു സെഷനിൽ എന്തിനൊക്കെ പറ്റി നമ്മൾ പഠിച്ചത്? നമ്മൾ കബഡിയെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് വോളിബോളിനെ പറ്റി പഠിച്ചുള്ളൂ, ടെന്നീസ് പഠിച്ചു, അതുപോലെ ഹോക്കി, ദെൻ ബാസ്കറ്റ് ബോൾ അല്ലേ? ഇത്രയുമാണ് നമ്മൾ നോക്കിയല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ? സോ നമ്മുടെ ഈ ഒരു സെഷൻ ഞാനിവിടെ എന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഞാൻ അടുത്ത സെഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.